എന്താ നിയോഗ പ്രാർത്ഥന എന്ന് ചോദിക്കില്ലേ? അത് ആനകുതിര വലിയ സംഭവമൊന്നും അല്ല. നമ്മൾ കേൾക്കുന്ന ഒരു വചനം നമ്മുടെ ശ്രദ്ധയിൽ ദൈവം കാണിച്ചു തരുക. അത് ആ കഴിക്കുന്ന അനുഭവത്തിനകത്തോട്ട് വയ്ക്കുകയാണ്, ആ വിഷയത്തിനകത്ത് ചേർത്ത് വയ്ക്കുകയാണ്. അത് മധുരിക്കാൻ തുടങ്ങും, അതിന്മേൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ നിയോഗ പ്രാർത്ഥന എന്നാണെന്നറിയാമോ? അനേകം വ്യക്തികളുടെ കയ്പിനെ മാറ്റാൻ, അനേകം പ്രശ്നങ്ങളുടെ കയ്പിനെ മാറ്റാൻ, അനേകം തലമുറയുടെ ജീവിതത്തിൽ കയറി വന്ന കയ്പിനെ മാറ്റാൻ, അനേകം വ്യക്തികളിൽ സാമ്പത്തികത്തിൽ വന്ന കയ്പിനെ മാറ്റാൻ ദൈവം കാണിച്ചു തന്ന തടിക്കഷ്ണമാണ് കുഞ്ഞെ ഈ നിയോഗ പ്രാർത്ഥന. അത് ജീവിതത്തിനകത്തോട്ടിട്ടപ്പോ, അത് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ആ വചനത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എത്രയോ ജീവിതങ്ങളുടെ മേൽ വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും മധുരമുണ്ടായി. എത്രയോ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങളുടെ മധുരമുണ്ടായി.